ഡോക്ടർ രാധു. ശ്രീനാഥ് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഡോണ്ട് വറി, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ചെറിയൊരു ഹെഡ് ഇഞ്ചറി ഉണ്ട്, പിന്നെ കൈവിരലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, ദാറ്റ്സ് ഓൾ. ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് ജീവനോടെ, അതും നിസാരമായ മുറിവുകളോടെ രക്ഷപ്പെട്ടു എന്നത് ഇറ്റ്സ് എ മിറാക്കിൾ. എനിക്കൊന്ന് കാണാമോ? ഓ യെസ്, കണ്ടോളൂ. പിന്നെ ആക്സിഡന്റ് നടന്നതിന്റെ ഒരു ഷോക്കുണ്ട്. ഡോക്ടർ പോയപ്പോൾ രാധികയെ കാണാൻ ശ്രീനാഥ് ചെന്നു. രാധു. ശ്രീയേട്ടാ, ശ്രീയേട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ ആകെ പേടിച്ചു. ഇവിടെ വന്നപ്പോ ശ്രീയേട്ടനെ കണ്ടതുമില്ല. ശ്രീയേട്ടാ. രാധിക കരഞ്ഞുകൊണ്ട് ശ്രീയെ കെട്ടിപ്പിടിച്ചു. എനിക്കൊന്നും പറ്റിയില്ല, നീ കരയല്ലേ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഭാഗ്യം. ഞാൻ കരുതി നമ്മൾ രണ്ടാളും. എന്താ ഉണ്ടായത്? മനക്കിൽ നിന്നും വലിയടത്തു നിന്നുമുള്ളവർ ഹോസ്പിറ്റലിലേക്ക് വന്നു. എന്താ മോനെ? സഹദേവൻ ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ, കാറിന്റെ ബ്രേക്ക് പോയതാ. ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു വീണു. ഭാഗ്യത്തിന് രണ്ടാൾക്കും ഒന്നും സംഭവിച്ചില്ല. രാധികയ്ക്കല്ലേ സംഭവിച്ചുള്ളൂ, ശ്രീക്കൊന്നും പറ്റിയില്ലല്ലോ. ശ്രീയുടെ ഭാഗ്യമെന്ന് പറയൂ, കാശി ദേഷ്യത്തോടെ പറഞ്ഞു. കാശി, എന്താ പറഞ്ഞു വരുന്നേ? നീ ആ കാറ് കിടക്കുന്ന കണ്ടോ? തലകീഴായി. അതിൽ നിന്ന് വെറും ഫ്രാക്ചർ മാത്രമായി രക്ഷപ്പെട്ടത് ഭാഗ്യം തന്നെയാ. ഇനി എനിക്കെന്തെങ്കിലും സംഭവിക്കാത്തതാണോ പ്രശ്നം? ശ്രീനാഥ് കാശിയെ നോക്കി. പറ്റിയത് ഞങ്ങളുടെ കുട്ടിക്കാണ്, ആ സങ്കടം ഞങ്ങൾക്കുണ്ട്. കാശി ദേഷ്യപ്പെട്ടു. എന്റെ ഭാര്യയാണ്, സങ്കടം എനിക്കുണ്ട്. കാശി മിണ്ടാതിരിക്കെ. ഒന്നും പറ്റാതെ രണ്ടാളെയും ജീവനോടെ കിട്ടിയത് ഭാഗ്യെന്ന് കരുതുക, രഘു പറഞ്ഞു. മോൻ അവൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ഡോക്ടർ എന്താ പറഞ്ഞ മോനെ? സത്യൻ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോകാന്ന് പറഞ്ഞു. രാധു, നീ വലിയടത്ത് നിന്നാ മതി. നിന്നെ നോക്കാൻ ഞങ്ങളുണ്ടവിടെ. നിന്നെ നോക്കാൻ കഴിവില്ലാത്ത ഒരുത്തനാണ് നിന്നെ കെട്ടിച്ചു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. കാശി രാധികയെ നോക്കി. ഹലോ, ഇവളെന്റെ ഭാര്യയാണ്. എനിക്കറിയാം അവളെ നോക്കാൻ. എന്റെ ഭാര്യ എന്റെ ഒപ്പം വീട്ടിലേക്ക് വരും. കാശി വെറുതെ വർത്തമാനം ഉണ്ടാക്കാൻ നിൽക്കണ്ട. വാ രാധു, പോകാം. രാധിക എഴുന്നേറ്റ് ശ്രീനാഥിന്റെ കൂടെ നടന്നു. കാശിക്ക് ദേഷ്യം വന്നു. ശങ്കരൻ കാശിയുടെ കൈപിടിച്ച് അടങ്ങാൻ പറഞ്ഞു. രാധു, നീ കിടക്ക്, ഞാൻ ഇപ്പോൾ വരാം. ശ്രീനാഥ് രാധികയെ കട്ടിലിൽ കിടത്തി പുതച്ചു കൊടുത്തു. എങ്ങോട്ടാ? താഴെ ഉണ്ട് ഞാൻ. എനിക്ക് അരുണനെ ഒന്ന് കാണണം. ഓക്കെ, കിടന്നോ. വേഗം വരാൻ ഞാൻ. രാധികയോട് കള്ളം പറഞ്ഞ് ശ്രീനാഥ് നേരെ ചെന്നത് കുളത്തിന്റെ അടുത്തേക്കായിരുന്നു. ഗൗരി! ശ്രീനാഥ് അലറി വിളിച്ചു. ഗൗരി, എന്റെ മുന്നിൽ വാ. എനിക്ക് കാണണം നിന്നെ. എടീ, എന്റെ മുന്നിൽ വരാൻ. ഞാനിവിടെ ഉണ്ട് ശ്രീയേട്ടാ. ഓ, ഉണ്ടല്ലേ അപ്പോ നീയല്ലേ എന്നോട് പറഞ്ഞ് എനിക്ക് രൂപമില്ല, അതില്ല, ഇതില്ല, ഞാൻ വെറും ആത്മാവാണെന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇന്ന് നീ എങ്ങനെ എന്റെ മുൻപിൽ വന്നു? എല്ലാവരും കാണുകെ സൃഷ്ടിനാഥ് എന്ന പേരിൽ. സൃഷ്ടിനാഥ്, ഓർമ്മയുണ്ടോ നിനക്ക് ആ പേര്? നമ്മുടെ കുഞ്ഞിനിടാൻ നീ കണ്ടെത്തിയ പേര്. സൃഷ്ടി, ശ്രീനാഥിന്റെ പേരിലെ നാഥ്. ആ പേരു എന്നെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? എന്നിട്ടാണോ നിങ്ങൾ എന്നേക്കാൾ സ്ഥാനം രാധികയ്ക്ക് കൊടുത്തത്? എന്നെ മറന്നത്? നിന്നെ മറന്നെന്നോ? ഞാനോ? ശ്രീനാഥിന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അതെ, മറന്നു. എന്റെ മരണത്തിന് കാരണം വലിയിടത്തുള്ളവർ ആണെന്നറിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല, ചെയ്യില്ല. കാരണം രാധിക, അവളോടുള്ള നിങ്ങളുടെ സ്നേഹം, അവൾ കാരണമാ ഞാൻ മരിക്കേണ്ടി വന്നത്. അവളെന്താ നിന്നെ ചെയ്തേ? അവളും വേണ്ട, ഒരുത്തിയും വേണ്ട, നീ മാത്രം മതിയെന്ന് പറഞ്ഞ് ജീവിച്ചു തീർക്കാൻ ആഗ്രഹിച്ച എന്റെ ജീവിതത്തിലേക്ക് നീ അവളിലുണ്ടെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് നീയല്ലേ? അവളെ സ്നേഹിക്കാൻ പറഞ്ഞത് നീയല്ലേ? എന്നിട്ട് പറയേ, വലിയിടത്തെ ആരുടെ കൈകൊണ്ടാ നിന്നെ കൊന്നത്? ആരാ? പറയേ. അവരെ ഞാൻ കൊന്ന് നിന്റെ മുൻപിലിടാം. പക്ഷേ
എന്റെ രാധികയെ അതിന്റെ പേരിൽ ഉപദ്രവിക്കാനാണ് നിന്റെ വിചാരമെങ്കിൽ നടക്കില്ല ഗൗരി. എനിക്കറിയാം ഈ ആക്സിഡന്റ് നിന്റെ തന്ത്രമാണെന്ന്. നിനക്കറിയാം ഈ മനക്കിലെ നാഗങ്ങൾ എനിക്കൊരാപത്ത് വരാൻ സമ്മതിക്കില്ല എന്ന്. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അറിയും ഗൗരി. അതെ, ഞാൻ തന്നെയാ രാധികയെ കൊല്ലാൻ ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ഇനിയും ഉണ്ടാക്കും. കാരണം അവൾക്കു വേണ്ടിയാ എന്നെ ഇല്ലാതാക്കിയത്. ഞാൻ മരിച്ചതുകൊണ്ടാ അവൾ ആ സ്ഥാനത്ത് വന്നതല്ല ഗൗരി, നീ എന്നെക്കൊണ്ട് അവളെ വരുത്തിച്ചതാണ്. എല്ലാ അർത്ഥത്തിലും അവളുടെ ഭർത്താവ് ആകണമെന്ന് പറഞ്ഞത് നീയാ. നീ മറന്നോ അത്? ഇല്ല, മറന്നിട്ടില്ല. പക്ഷേ അവൾ ചെയ്തതോ? എന്റേതായ എല്ലാ ഓർമ്മകളും അവൾ ഇല്ലാതാക്കിയില്ലേ? നിങ്ങളുടെ കൺമുന്നിൽ വെച്ച്. നിങ്ങൾക്ക് തടയാൻ പറ്റിയോ? ഇല്ലല്ലോ. നിങ്ങൾക്കപ്പോ അവിടെ അവളായിരുന്നു വലുത്, ഞാനല്ല. ജലസ്, അതാണ് ഗൗരി നിനക്ക് രാധികയോട്. അതെ, ജലസ് തന്നെ. നിങ്ങളോട് വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞത് എന്റെ വേദന കൊണ്ടായിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട്. പക്ഷേ അവളെ നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കില്ല. കാരണം അതെന്റെ സ്ഥാനമാ. എന്നെ കൊന്നവരുടെ വർഗമാണവൾ. അവളെ നിങ്ങൾ സ്നേഹിക്കണ്ട. അല്ല, നിനക്ക് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ വേദന കാരണമല്ല. സത്യം പറയുക ഗൗരി, നീ എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവന്നേ? പറയാൻ എനിക്കറിയണം. അവളോടുള്ള പക കാരണം. എന്നെ കൊന്നത് അവളുടെ തറവാട്ടിലുള്ളവർ ആയതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ജീവൻ മാത്രമല്ല, എന്റെ പ്രണയം കൂടിയാ. എന്റെ സ്വപ്നങ്ങൾ അത് നഷ്ടപ്പെടുത്തിയവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവളാണ് രാധിക. അവളെ വേദനിപ്പിച്ച് എനിക്കെന്റെ പക വീട്ടണം. അവളെ ആദ്യം നല്ല ജീവിതത്തിന്റെ മോഹവലയത്തിൽ വീഴിച്ച് പതിയെ ഇല്ലാതാക്കും ഞാൻ. അവളും എന്നെപ്പോലെ ഗതി കിട്ടാതെ അലയണം. അതാണ് എന്നെ കൊന്നവർക്കുള്ള ശിക്ഷ. നിന്നെക്കൊണ്ടാവില്ല ഗൗരി, നീ അങ്ങനെ ചെയ്യില്ല. ഞാനൊരു ആത്മാവാണ്. മോഹങ്ങളെല്ലാം അകാലത്തിൽ പോയി ഒരുപാട് ആഗ്രഹങ്ങൾ മണ്ണിൽ ബാക്കിയാക്കി പോയവൾ. വെറും ആത്മാവല്ല, ദുരാത്മാവാണ്. ആ എന്നിൽ നിന്ന് നല്ലതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഒരിക്കലും. എന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഞാൻ സത്യവും നുണയും പറയും. നിങ്ങൾ അവളെ വിവാഹം കഴിക്കാനാണ് ഞാൻ അവളിലുണ്ടെന്ന് നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിച്ചത്. പക്ഷേ എന്നെ മറന്ന് നിങ്ങൾ അവളെ സ്നേഹിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ പറ്റിച്ചു എന്നെ. അവളെ സ്നേഹിച്ചു നിങ്ങൾ എന്നേക്കാൾ. സമ്മതിക്കില്ല ഗൗരി അതിന്. അവൾ മരിക്കും. യു ഡേർട്ടി ഡെവിൾ. ഇല്ല, അവളെ നീ ഒന്നും ചെയ്യില്ല. നിന്നിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കേണ്ടി വന്നാലും ശ്രീനാഥ് പിന്നോട്ടു പോവില്ല. ഇത് അവൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. കാരണം നീ എന്നെ പറ്റിച്ചു. നീ എന്റെ വികാരങ്ങളെ വെച്ച് കളിച്ചു. എന്റെ സ്നേഹത്തെ, വിശ്വാസത്തെ നീ മുതലെടുത്തു. നിന്നെ മാത്രം സ്നേഹിച്ച് ജീവിച്ച എന്നെ നീ ഇല്ലാതെയാക്കി. മറ്റൊരാളെ നിന്റെ സ്ഥാനത്തേക്ക് നീ തന്നില്ലേ? മതി, അവൾ മതി എനിക്ക്. ഈ യുദ്ധം ഗൗരിയും രാധികയും തമ്മിലല്ല, ശ്രീനാഥും ഗൗരിയും തമ്മിൽ. എന്റെ രാധികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗൗരി. യെസ്, ഐ എം എ ഡേർട്ടി ഡെവിൾ ബിക്കോസ് ഓഫ് യു. നിങ്ങളോടുള്ള സ്നേഹവും അവളോടുള്ള പകയും അതാ എന്നെ ഇങ്ങനാക്കിയത്. നിങ്ങളുടെ മനസ്സിൽ ഞാൻ മതി. ഞാനത് നേടിയെടുക്കും. അതവളെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ. ഒപ്പം ഇത്രയും കാലം ഞാൻ കൊണ്ടു നടന്ന പകയും തീരും. എന്റെ കൂടെ നിൽക്കില്ലേ ശ്രീയേട്ടൻ? എന്റെ ശ്രീയേട്ടൻ. നോ, ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് നീ ആഗ്രഹിക്കണ്ട. ഞാൻ എന്റെ രാധികയുടെ ഒപ്പമാ. ഷീ ഈസ് മൈ ലൈഫ്. അപ്പോ ഞാനോ? നിങ്ങൾ കാരണം പ്രേതമായി അലയുന്ന ഞാനോ? ഓ, ഞാൻ മറന്നു. നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരുവാൻ എനിക്കാവില്ലല്ലോ. അതെ, അതുതന്നെ. നീ അങ്ങനെ കരുതിക്കോ. നീ വെറും ആത്മാവാണ്. എന്നെയോ എന്റെ രാധികയോ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. നീയായിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇട്ടുതന്നത് അവളെ. നിന്റെ കള്ളക്കളി അറിയാതെ ഞാൻ അവളെ വിവാഹം കഴിച്ചു. പക്ഷെ ഇപ്പോ നിന്നേക്കാൾ വലുതാ അവളെനിക്ക്. ഞാൻ അവളെ സംരക്ഷിക്കും.
ജീവൻ കൊടുത്തിട്ടായാലും. കാണാം നമുക്ക്, ഗൗരി ആക്രോശിച്ചു. കാണണം, ശ്രീനാഥ് പറഞ്ഞു. അരുണേട്ടാ, ശ്രീയേട്ടൻ എവിടെ? ഉമ്മറത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു അരുണും സച്ചിയും. അരുണിന്റെ അടുത്തേക്ക് രാധിക വന്നു. ശ്രീയോ? ഞാനിവിടെയുണ്ട്. ശ്രീനാഥ് ഇരുട്ടിൽ നിന്നും പൂമുഖത്തേക്ക് കയറി. നിനക്ക് വയ്യല്ലോ രാധു, ചെന്ന് കിടക്ക്, ഞാൻ വരാം. ഞാൻ കാണാതെ ആയപ്പോ അതാ വന്നത്. വേഗം വരുവോ? വരാം, ചെല്ല്. ശ്രീനാഥ് അവളെ പറഞ്ഞയച്ചു. രാധിക പോയപ്പോൾ ശ്രീനാഥ് പൂമുഖത്തെ കസേരയിലിരുന്നു. എന്താടാ ഒരു ടെൻഷൻ? എനി പ്രോബ്ലം? ഉണ്ട്, വലിയൊരു പ്രശ്നം. ഗൗരി. ഗൗരിയോ? അരുണൊന്നും മനസ്സിലാകാതെ ശ്രീനാഥിനെ നോക്കി. അതെ, ഗൗരി തന്നെ. ശ്രീനാഥ് എല്ലാം അരുണിനോടും സച്ചിയോടും പറഞ്ഞു. എന്തൊക്കെയാ കുട്ടേട്ടാ ഇത്? ഇതൊക്കെ എന്നാ ഒന്ന് അവസാനിക്കുക? എന്നാ എന്റെ ഏട്ടനെത്ര സമാധാനം കിട്ടുക? സച്ചി നെറ്റിയിൽ കൈവച്ചു നിന്നു. അറിയില്ല സച്ചി, എന്തായാലും ഞാൻ ഇതിന്ന് ഒളിച്ചോടില്ല. നേരിടും, എന്താണെങ്കിലും. നേരിട്ടേ പറ്റൂ എനിക്ക്, മരണമാണെങ്കിൽ കൂടി. എന്റെ ജീവിതത്തിലേക്ക് അവളായി തള്ളിയിട്ട് തന്നതാ രാധികയെ. ഇപ്പൊ ഒഴിവാക്കാൻ പറഞ്ഞ ഞാനെന്താ അവളുടെ താളത്തിനൊപ്പം തുള്ളുന്ന പാവയോ? എന്നിട്ട് വെറും ഒരു ആത്മാവായ അവളെ ഇനിയും സ്നേഹിക്കാനോ? ഒരിക്കൽ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നു, അവളെ മതിയെന്ന് കരുതി ജീവിച്ചു. അവൾ എന്നെ അവളുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി പറ്റിച്ചു. മറ്റൊരു പെണ്ണിന്റെ ജീവിതം വെച്ച് പന്താടാൻ. അവളോടുള്ള ഇഷ്ടത്തിന് ഞാൻ അവളുടെ ഒപ്പം നിന്നെന്റെ രാധുവിനെ ഒറ്റപ്പെടുത്തുമെന്ന് അവൾ കരുതി കാണും. നെവർ വിൽ ഹാപ്പൻ. എന്റെ പാതിയാ രാധു. ഒരിക്കലും ഞാൻ അവളെ കൈവിട്ട് കളയില്ല. എന്റെ സ്വാർത്ഥതയ്ക്ക് ബലിയാടായതാ രാധിക. ഗൗരിയെ മാത്രം ഞാൻ കുറ്റം പറയില്ല. അവളെ എനിക്ക് സ്വന്തമാക്കാൻ ഞാൻ കണ്ടെത്തിയ വഴിയാ രാധു. എന്റെ സ്വാർത്ഥത. രാധുവിനെ ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി അവളെ ഞാൻ കീഴ്പ്പെടുത്തി. എന്റെ സ്വാർത്ഥത. ശ്രീനാഥിന്റെ കണ്ണുകൾ നിറഞ്ഞു. മതി ശ്രീ, നീ പോയി കിടക്ക്. നിന്റെ മനസ്സ് ശാന്തമല്ല, അരുൺ പറഞ്ഞു. അതെ, അരുൺ ബ്രോ പറയുന്നത് ശരിയാ. കുട്ടേട്ടൻ നന്നായിട്ടൊന്ന് ഉറങ്ങ്. ഗുഡ് നൈറ്റ്. എന്താ രാധു ചെയ്യുന്നേ? കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന രാധികയെ കണ്ട് ശ്രീനാഥ് ചോദിച്ചു. ശ്രീയേട്ടാ, ഞാനേ മുടിയൊന്നും മെടഞ്ഞിടാൻ പറ്റണില്ല. വിരൽ വേദനിക്കുക. ഞാൻ മെടഞ്ഞു തരാം. ശ്രീനാഥ് രാധികയുടെ മുടി മെടഞ്ഞു കൊടുത്തു. എന്താ കണ്ണുകൾ നിറഞ്ഞേക്കുന്നേ? രാധിക ശ്രീയെ നോക്കി. ശ്രീനാഥ് രാധികയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്താ ശ്രീയേട്ടാ, എന്തിനാ കരയുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. കരയല്ലേ ഇങ്ങനെ? ഒന്നുമില്ല, ഒന്നുമില്ല. ശ്രീനാഥ് രാധികയുടെ മുഖത്താകെ ചുംബിച്ചു. നമുക്കുറങ്ങാൻ രാധു. എനിക്കെന്റെ രാധുവിനെ കെട്ടിപ്പിടിച്ചുറങ്ങണം. രാധിക ശ്രീയെ നോക്കി ചിരിച്ചു. എന്നോട് ദേഷ്യമുണ്ടോ രാധുവിന്? അന്ന് ഞാൻ നിനക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് നിന്നെ... ശ്രീയേട്ടാ, എനിക്കപ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാ ഞാൻ ഗൗരിയുടെ ഡ്രസ്സെല്ലാം എടുത്ത് കത്തിച്ചത്. പിന്നെ തോന്നി ശ്രീയേട്ടൻ കാണിച്ചത് ഒരു ഭർത്താവിന്റെ അധികാരമാണ്. എനിക്ക് എതിർക്കാനാവില്ല. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാ. എന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ ഞാൻ കത്തിച്ചു ചാരമാക്കി. എനിക്ക് ദേഷ്യമില്ല എന്റെ ഏട്ടനോട്. ഇഷ്ടം മാത്രമേ ഉള്ളൂ, ഒരുപാട് ഇഷ്ടം. ശ്രീ രാധികയുടെ കയ്യിൽ ചുംബിച്ചു. ഈ ബാൻഡേജ് നനഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മാറ്റിത്തരാം. ശ്രീനാഥ് എഴുന്നേറ്റ് രാധികയുടെ കയ്യിലെ ബാൻഡേജ് അഴിച്ചുകെട്ടി. ഈ വിരലിലും ഒരു തരിപ്പുണ്ട് ശ്രീയേട്ടാ. രാധിക തന്റെ കൈ ഉയർത്തി പറഞ്ഞു. ഏത് വിരൽ? ദേ, ഈ റിങ് ഇട്ട വിരൽ. ഈ റിങ് എവിടുന്നാ രാധു? ഇതേ, അന്ന് കാവിൽ ഏട്ടനും എല്ലാരും കൂടി വൃത്തിയാക്കിയിരുന്നില്ലേ, അവിടുന്ന് കിട്ടിയതാ. നല്ല ഭംഗിയില്ലേ? കാവിൽ നിന്നോ? ദൈവമേ! ശ്രീ അത് ഊരി ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതു നിലത്തു വീണതും ജനലിനു പുറത്ത് വെള്ള പുക ഉയർന്നു. രാധിക അത് കണ്ട് ഭയന്ന് ശ്രീയോട് ചേർന്നിരുന്നു. പതിയെ വെള്ളപ്പുക ഒരു സ്ത്രീരൂപം പ്രാപിച്ചു. നീലിമ. സ്വപ്നത്തിൽ ഞാൻ കണ്ട നീലിമ. ശ്രീനാഥ് നീലിമയെ നോക്കി. ഞാൻ ആ കാവിൽ കണ്ട സ്ത്രീരൂപം, രാധിക അറിയാതെ പറഞ്ഞു. ശ്രീയേട്ടാ!
ശ്രീനാഥ് രാധികയെ ചേർത്തു പിടിച്ചതും നീലിമയുടെ മുഖം മാറി ക്രോധം നിറഞ്ഞു. ഉണ്ണിയേട്ടാ! നീലിമ ശ്രീനാഥിനെ വിളിച്ചു. ഞാനാ ഉണ്ണിയേട്ടാ, നീലിമ. രാധിക ഭയത്തോടെ ശ്രീനാഥിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ശ്രീനാഥ് പരിഭ്രമത്തോടെ നീലിമയെ നോക്കി. ഞാൻ വൈശാഖനല്ല, ശ്രീനാഥാണ്. അല്ല! നീലിമയുടെ കണ്ണിൽ പക നിറഞ്ഞു. നിങ്ങളെന്റെ ഉണ്ണിയേട്ടനാണ്. എനിക്ക് വേണം നിങ്ങളെ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കാത്തതിന്റെ ദേഷ്യമാ എന്നോടെന്ന് എനിക്കറിയാം. ദേ നോക്ക്, അങ്ങ് കെട്ടിയ താലിയാണിത്. നമുക്കൊരുമിച്ച് ജീവിക്കണം. നോക്ക്, ഞാൻ ശ്രീനാഥാണ്. ഇതാണ് എന്റെ ഭാര്യ. അല്ല, ഞാനാണ് നിങ്ങളുടെ ഭാര്യ, ഇവളല്ല. എനിക്ക് വേണം നിങ്ങളെ. ഇല്ലെങ്കിൽ ഞാനിവളെ കൊല്ലും. എനിക്ക് നിങ്ങളെ വേണം. നഷ്ടപ്പെട്ട ജീവിതം നമുക്കൊരുമിച്ച് ജീവിക്കണ്ടേ? ശ്രീനാഥ് രാധികയെ മുറുകെ പിടിച്ചു. ഇതാണ് എന്റെ ഭാര്യ, ശ്രീനാഥ് ഉറക്കെ പറഞ്ഞു. പെട്ടെന്ന് കാറ്റാഞ്ഞു വീശി. അതിനൊപ്പം വെള്ളപ്പുകയായി നീലിമ മാഞ്ഞുപോയി. രാധു! ശ്രീനാഥ് രാധികയുടെ മുടിയിൽ തലോടി. അത് പോയോ? പോയി. രാധിക തല ഉയർത്തി നോക്കി. അതാരാ? ഞാനെന്ന് കാവില് അവരെയാ കണ്ടത്. അതൊന്നും ആലോചിക്കേണ്ട മോളെ, നമുക്കുറങ്ങാം. ശ്രീ രാധികയെ നെഞ്ചിലേക്ക് കിടത്തി. എന്താ ശ്രീയേട്ടന്റെ നെഞ്ചിങ്ങനെ വേഗം ഇടിക്കുന്നേ? ഒന്നുമില്ല. ശ്രീനാഥ് കണ്ണുകൾ അടച്ചു കിടന്നു. ദൈവമേ, എന്നാ ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാനാവോ എനിക്ക്? എന്നാ ഇതെല്ലാം അവസാനിക്ക? ഇനി ആ മഹേന്ദ്രൻ ആരാണാവോ? മോനെ! ശ്രീജയുടെ നിലവിളി കേട്ടാണ് ശ്രീനാഥ് കണ്ണു തുറന്നത്. മോനെ! പിന്നാലെ യമുനയുടെ കരച്ചിലും കേട്ട് ശ്രീനാഥ് അടുത്തേക്ക് നോക്കിയപ്പോൾ രാധിക അവിടെ ഇല്ലായിരുന്നു. ശ്രീകുട്ടാ! ദീപയുടെ ശബ്ദമായിരുന്നു. ശ്രീനാഥ് പുതപ്പ് മാറ്റി റൂമിൽ നിന്നിറങ്ങി ഓടി. എന്താ? ശ്രീ അടുക്കള ഭാഗത്തേക്ക് പോകുമ്പോൾ അടുക്കളയിൽ തീ ആളിക്കത്തുകയായിരുന്നു. സച്ചിയും അരുണും എല്ലാവരും കൂടി വെള്ളം കോരി ഒഴിക്കുകയായിരുന്നു. എന്താ അമ്മേ? മോനെ, രാധുമോൾ അകത്ത്. ഭാനുമതി കത്തിയാളുന്ന അടുക്കളയിലേക്ക് വിരൽ ചൂണ്ടി. രാധു! ശ്രീനാഥ് അടുക്കളയിലേക്ക് കുതിച്ചതും എല്ലാവരും പിടിച്ചു. വേണ്ട മോനെ, തീയാ, സഹദേവൻ പറഞ്ഞു. അച്ഛാ, എന്റെ രാധു, എന്നെ വിട്, എനിക്കവളെ വേണം. ശ്രീ എല്ലാവരുടെയും കൈ തട്ടിമാറ്റി. മോനെ, പോവല്ലേടാ. രാജൻ ശ്രീയെ പിടിച്ചു നിർത്തി. കുട്ടിച്ചാ, എന്റെ പെണ്ണ്, എനിക്കവളെ വേണം, എന്നെ വിട്. ശ്രീ കുതറി മാറി അകത്തേക്കോടി. രാധു! രാധു! ശ്രീ തീക്കിടയിൽ രാധികയെ തിരഞ്ഞു. രാധു! അടുക്കളയോട് ചേർന്നുള്ള ചായ്പിന്റെ കത്തിപ്പിടിച്ച വാതിൽ ശ്രീ ചവിട്ടി തുറന്നു. രാധു! ശ്രീനാഥ് അലറി. രാധികയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിൽക്കുന്ന രൂപത്തെ ശ്രീനാഥ് കണ്ടു. രാധു! ശ്രീനാഥ് ഓടി വന്നതും ശ്രീനാഥ് തെറിച്ച് ചുവരിലിടിച്ചു വീണു. രാധു! ശ്രീനാഥ് മെല്ലെ നിലത്തുനിന്ന് എഴുന്നേറ്റു. രാധു! ശ്രീനാഥ് വീണ്ടും വന്നതും തെറിച്ച് താഴേക്ക് വീണു. തലയിടിച്ചു വീണ ശ്രീനാഥിന്റെ തല പെരുത്തു തുടങ്ങി. രാധു! ശ്രീനാഥിന് തല കറങ്ങുന്നതായി തോന്നി. കണ്ണുകൾ കലങ്ങി ചുവന്നു.